ഉദ്യോഗസ്ഥരും പോലീസും അധികൃതരുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജനക്കൂട്ടം ഇതുവരെയും ശാന്തരായിട്ടില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിൽ ബലം പ്രയോഗിക്കാനുള്ള സാഹചര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട്, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും മൃതദേഹം മാറ്റുക എന്നത് മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും ശാന്തരായിട്ടില്ല. ആ മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ അവർ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. മൃതദേഹം ഉണ്ടായിരുന്നു പഞ്ചാരക്കൊല്ലി എസ്റ്റേറ്റിലെ, അതായത് പഞ്ചാരക്കൊല്ലിയിലെ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിലെ ആ തോട്ടത്തിൽ നിന്ന് അവിടെ നിന്ന് മാറ്റി ഓഫീസിന് മുന്നിലേക്ക്, പ്രിയദർശിനി ഓഫീസിന് മുന്നിലേക്ക് മൃതദേഹം എത്തിക്കാൻ മാത്രമേ ജനക്കൂട്ടം ഇതുവരെ സമ്മതിച്ചിട്ടുള്ളൂ. അവിടെ വെച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരൊരിക്കലും അവിടെ നിന്ന് മൃതദേഹം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും അപകടകരമായ കാര്യം എന്തോ അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കുന്നത്. അയാൾക്ക് ജീവിതം അവസാനിച്ചിരിക്കുന്നു, ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത വിധം ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രതിഷേധത്തെ നമുക്ക് അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാനോ നിസ്സാരവൽക്കരിക്കാനോ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കൂട്ടത്തിൽ ഒരാളെ നഷ്ടമായിരിക്കുന്നു. മാത്രമല്ല ഇനി ഒരാൾക്ക് ഇതുപോലെ അപകടം ഉണ്ടാവില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാനും സ്ഥിരീകരിക്കാനും ആവാത്ത സാഹചര്യവും കൂടിയുണ്ട് എന്നതുകൊണ്ട് അവരുടെ പ്രതിഷേധം ഒരർത്ഥത്തിൽ ഒരല്പം ന്യായമാണ് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അവർ ഇങ്ങനൊരു വഴി സ്വീകരിക്കുന്നു എന്നതാണ്. അവർ സമാധാനപരമായ പലതരത്തിലുള്ള വഴികളും നേരത്തെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. നേരത്തെ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ മൃതദേഹം വെച്ചുകൊണ്ട് അവർ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. നേരത്തെ കഴിഞ്ഞ വർഷം നമ്മൾ പുൽപ്പള്ളിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് മുകളിൽ കൊല്ലപ്പെട്ട ആ പശുവിന്റെ ജഡം കെട്ടിവെച്ച് റോഡ് തടഞ്ഞൊക്കെ പ്രതിഷേധിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധ രീതികൾ വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത് അവസാനത്തേതല്ല എന്നത് നമ്മൾ വേദനയോടെ ഓർക്കുകയാണ്. ഇനി ഒരിക്കൽ ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് തീർത്തു പറയാൻ അധികാരികൾക്ക് കഴിയാത്ത വിധം, വനം വകുപ്പിനോ സർക്കാരിനോ ഒന്നും കഴിയാത്ത വിധം ഇപ്പോഴും നമ്മൾ അനിശ്ചിതത്വത്തിലാണ് എന്നത് ഏറ്റവും വേദനയോടെ നമ്മൾ ഓർക്കുകയാണ്. എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നതിന് തത്വമെങ്കിലും ഉണ്ടെങ്കിൽ, അത് പ്രയോഗത്തിലെത്താനുള്ള കാലതാമസമാണ് എങ്കിൽ നമുക്കത് ആശ്വസിക്കാമായിരുന്നു. അങ്ങനെ ഒരു തത്വം പോലും പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കാനും പോലും ഇല്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മനുഷ്യരുടെ ജീവനോ സ്വത്തിനോ സുരക്ഷ നൽകാനാകാത്ത വിധം ദരിദ്രമാണ് നമ്മുടെ പദ്ധതികൾ എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വികസിതമായ ഒരു പരിഷ്കൃത സമൂഹം എന്ന് വിധിക്ക് വിട്ടുകൊടുക്കുക മനുഷ്യരുടെ ജീവനെ എന്ന് പറയുന്നതോടൊപ്പം അത്രയും പരിതാപകരമായ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഒരാൾ മരിച്ചു എന്നതിൽ മാത്രമല്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നാളെ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ അധികാരികൾക്ക് കഴിയാത്തത് കൊണ്ട് കൂടിയാണ് ഈ പ്രതിഷേധം നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രതിഷേധം തന്നെയാണ് നേരത്തെ നമ്മൾ അനീസലി ഒരു അർത്ഥത്തിൽ കണ്ടത്. മന്ത്രിക്കെതിരെ, ജില്ലയിൽ നിന്നുള്ള മന്ത്രി OR കേളുവിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത്. മന്ത്രിയെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രായോഗിക സമരമുറ എന്നുള്ളതാണ്. പലതവണ പലയിടത്തായി നമ്മൾ കാണുന്നു. ശാശ്വത പരിഹാരം എന്ന് പറയുമ്പോൾ പോലും ഒന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പലയിടത്തും ഫെൻസിംഗ് പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാർ മാത്രമല്ല കേന്ദ്ര സർക്കാർ കൂടി ഇടപെട്ടുകൊണ്ട് ഒരു തരത്തിൽ പരിഹാരം കാണേണ്ട ഈ വിഷയത്തിന് പരിഹാരം കാണാതെ സ്ഥിരമായി ഇത്തരം വാർത്തകൾ ഉണ്ടാകുന്നു. അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഭരണകൂടത്തിന് നേരെ വലിയ ജനരോഷം ഉയരുക എന്നുള്ളത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. മന്ത്രി OR കേളുവിനെതിരെയൊക്കെ വലിയ ജനരോഷം അവിടെ ഉണ്ടാകുന്നു എന്നുകൂടിയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അനീസലി, ഇവർ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളിയാണോ? സാധാരണഗതിയിൽ ഇത്തരം കാപ്പി പറിക്കാനൊക്കെ പോകുമ്പോൾ കൂട്ടമായാണ് പോവുക പതിവ്. പക്ഷേ ഈ രാധ ഒറ്റയ്ക്കാണോ ഇതിന് പോയത്? തീർച്ചയായും അങ്ങനെ അനുമാനിക്കേണ്ടി വരും. അതെന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വ്യക്തമാവുന്നില്ല. അവർ എന്തുകൊണ്ട് ഈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ആളുകൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മൃഗത്തിന്റെ ആക്രമണം സംഭവിക്കുമ്പോൾ അവർ കൂടെയുള്ളവർ ഓടിപ്പോവുകയും ബാക്കിയുള്ളവരെ അറിയിക്കുകയും ചെയ്യുകയാണ് സംഭവിക്കാറുള്ളത്. ഇത് ഏതോ അർത്ഥത്തിൽ അവർ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇത് കണ്ട ആരും ഇല്ല എന്നതാണ്. ഈ മൃതദേഹം ഇങ്ങനെ മരിച്ചു കിടക്കുന്നത്, പാതി ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കാണുന്നത് തന്ത്രബോധ സംഘമാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവർ
ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാൻ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്പ ദൂരത്തേക്ക് അവർ മാറിയതായിരിക്കാം, കാട്ടിനകത്തേക്ക് കയറിയതായിരിക്കാം, അല്ലെങ്കിൽ ഈ മറ്റു തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഒരുമിച്ച് കാപ്പി പറിക്കാൻ പോയ ആളുകൾ വേറൊരു ആവശ്യത്തിലേക്ക് ഇവർ എന്തെങ്കിലും തരത്തിൽ മാറിയതായിരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നത് ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഈ മൃതദേഹം തോട്ടം തൊഴിലാളികളല്ല കാണുന്നത്. മൃതദേഹം കാണുന്നത് ഈ മാവോയിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തിന് നിയോഗിക്കപ്പെട്ട തണ്ടർബോൾട്ട് സംഘത്തിന്റെ പതിവ് പ്രക്ഷോഭനക്കിടയിലാണ് ഈ പാതി ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കാണുന്നത്. ഈ ഏറ്റവും സങ്കടകരമായ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഒരു ശാശ്വത പരിഹാരം കിട്ടുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വന്യമൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലിറങ്ങുന്നതിന്, പ്രത്യേകിച്ചും കടുവ നാട്ടിലിറങ്ങുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ സീസണുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. ഈ സീസൺ എന്ന് പറയുന്നത് കടുവകളുടെ മേറ്റിംഗ് സീസൺ ആണ്. ഈ സമയത്ത് ഇരക്ക് വേണ്ടി ആൺകടുവകൾ തമ്മിൽ വേട്ടയാടുകയും അങ്ങനെ നാട്ടിലിറങ്ങാറുണ്ട്. പക്ഷെ ഇതങ്ങനെ എന്ന് പറയാൻ കഴിയാത്ത വിധം കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് കാട്ടിനകത്ത് അല്ലെങ്കിൽ കാട്ടിനോട് ചേർന്ന എസ്റ്റേറ്റിൽ ആണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഇര തേടാൻ വന്നത് തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. എന്തായാലും കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക എന്നത് സ്ഥിരമായി ഈ കാലത്തായി ഒരു 10 വർഷത്തിന് ഇടയിൽ നോക്കുകയാണെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന 10 വർഷത്തെ അപേക്ഷിച്ച് വലിയ തരത്തിലുള്ള വർധനവാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. ഇതിന് വനം വകുപ്പിന്റേതായ ചില പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇത് ഒരല്പം സങ്കീർണമാണ്. ഇത് ഏതെങ്കിലും ഒരു സർക്കാർ, സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അല്ല, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട വനനിയമ പരിഷ്കരണം എന്നത് വലിയ ആവശ്യമാണ്. ഈ കേരളത്തിന്റെ സംസ്ഥാന നിയമസഭ അതിൽ പ്രമേയം പാസാക്കുക കൂടി